ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പാക്കാണ്. മുടിയിലുള്ള താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ. ഈ ഒരു മുരിങ്ങയില ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരയുടെ ഇലയുണ്ടല്ലോ, അതായാലും എടുക്കാം കേട്ടോ. ഇത് ഇതേപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലത്തെ ഇലകൾ മാത്രമായിട്ട് പറിച്ചിടുന്നുണ്ട് കേട്ടോ. വലിയ തണ്ട് നമുക്ക് ആവശ്യമില്ല, ചെറിയ തണ്ടൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതേപോലെ ഇല മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർവാഴയാട്ടോ. അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറ്റാർവാഴയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലും, അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലുണ്ടല്ലോ, അതായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ എടുത്തത്. അത് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒരു കുഞ്ഞ് സവോളയായാലും ഇവിടെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. ഒരു വലിയ സ്പൂൺ തൈര് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ പാക്കിന് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടി ചേർത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ജാറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി അരിപ്പയോ അല്ലെങ്കിൽ കോട്ടന്റെ തുണി വെച്ചിട്ട് അരിച്ചിതിന്റെ ആ ഒരു നീര് മാത്രം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ എന്താ അങ്ങനെ എടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തേക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അങ്ങനെ ഒട്ടിപ്പിടിക്കുക പൊടിയൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ തന്നെ തേച്ചിട്ട് കഴുകി കളയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ആ തൈരിന്റെ ആ ഒരു ഇതിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഓയിലൊക്കെ കുറച്ചിങ്ങനെ തൊട്ട് പരട്ടിയിട്ട് കെട്ടി വെച്ചിരുന്നായിരുന്നു കേട്ടോ. മുടി ഒരു അരമണിക്കൂർ മുന്നേ, ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അത്രത്തോളം സമയം ഞാൻ തലയിൽ ഓയിൽ പരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യണത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, എന്ത് പാക്ക് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിലും തലയിലൊന്ന് തൊട്ട് പരട്ടിയ വെളിച്ചെണ്ണയോ നിങ്ങൾ തേക്കുന്ന എണ്ണയോ അങ്ങനെ ഏതെങ്കിലും ഒരു എണ്ണ തൊട്ട് പരട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് പാക്ക് ആണെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ഈ പാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല നമ്മുടെ മുടിനായാലും സ്കാൽപ്പിനായാലും നല്ലോണം ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ ഓയിൽ തൊട്ട് പരട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് അരിച്ചിട്ട് ഇതിന്റെ ആ ഒരു ജ്യൂസ്, അതായത് ആ നീരുണ്ടല്ലോ, ആ നീര് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്ലൈ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് പഞ്ഞിയോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എന്താ അപ്ലൈ ചെയ്യാവുന്നതാണ്. എനിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. തരി പൊടികളൊക്കെ വന്നാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്കത് കുഴപ്പമുണ്ടെങ്കിൽ ആ ജ്യൂസ് മാത്രം തേച്ചാൽ മതി കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതല്ല നിങ്ങൾ ഒരുപാട് ഓയിലൊക്കെ പരട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ വാഷ് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ നോർമൽ വാഷാണ് ചെയ്യണത്. കാരണം ഓൾറെഡി ഇപ്പോൾ ഓയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മുരിങ്ങയില ഡ്രൈ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓയിലൊക്കെ കുറയും നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകുമ്പോൾ തന്നെ. പിന്നെ തൈരിൻ്റെയൊക്കെ ഉള്ളിയുടെയൊക്കെ സ്മെല്ലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ യൂസ് ചെയ്തിട്ട് കളയാം കേട്ടോ. ഞാൻ സ്കാൽപ്പിലേക്കാണ് ഒരുപാട് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ബാക്കിയുള്ളത് തന്നെ തലയുടെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നിലത്തെ ആ ഒരു കുഞ്ഞു മുടി ഉണ്ടല്ലോ, ബേബി ഹെയർസ്, അതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറെ പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ബേബി ഹെയർസ് എങ്ങനെയാണ് വളർത്തിയെടുത്തതെന്നുള്ളത്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തലയിൽ ഉണ്ടാവണ പൊടി പോലത്തെ താരനൊക്കെ മാറാനും അതുപോലെ തന്നെ പൊറ്റ പോലുള്ള താരനൊക്കെ മാറാനായിട്ടും മുടി കൊഴിച്ചിലൊക്കെ നിർത്തിയിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വേറെ പുറത്തുള്ള സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീടിൻ്റെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.